അസ്സലാമു വറഹ്മത്തുള്ളാഹി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് 3 ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഈസി ആയിട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഹെയർ ബാൻഡാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ടത് ആദ്യത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഞാൻ ഒരു ഗോൾഡൻ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ വയറാണ് 0.4 mm ഗിയർ വയർ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പിന്നെ വൈറ്റ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും 4 mm എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം 2 വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ള് അങ്ങനെ ഫസ്റ്റ് ആദ്യം ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 2 വൈറ്റ് ബീഡ്സ്, പിന്നെ 2 ഗോൾഡൻ ബീഡ്സ്, അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ നന്നായി ചുരുട്ടി കൊടുക്കുക. ടൈറ്റിൽ തന്നെ കെട്ടാൻ നോക്കുക. നമ്മൾ ആദ്യം ഇട്ട 2 ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ 2 വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് വീണ്ടും ചുറ്റുക. അങ്ങനെ ചുറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. 2 ബീഡ്സ് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. അങ്ങനെ ഇതുപോലെ റിപ്പീറ്റായിട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഇട്ട് വെച്ചത് അതുകൊണ്ടാണ്, ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇട്ട് വെച്ചത് ബീഡ്സ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇല്ല നമ്മൾക്ക് ഓർത്തിട്ട് അങ്ങനെ എടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്കിത് ഗിയർ വയർ വേസ്റ്റ് ആവില്ല. നമുക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ടത്ര ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ബീഡ്സ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹെയർ ബാൻഡിൻ്റെ പകുതി 2 ഭാഗമായിട്ടാണ് എടുക്കുന്നത്. ഗിയർ വയർ 2 തവണ ഹെയർ ബാൻഡിൻ്റെ കണക്കനുസരിച്ചിട്ട് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അതിൽ ഫുള്ള് ബീഡ്സ് ഇട്ട് വെക്കുക ആദ്യം, എന്നിട്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ വയറൊന്നും വേസ്റ്റായി വരില്ല. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം ചുറ്റി കൊടുക്കാം. ഇത്രയും ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താഴെ കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് ചെയ്യുന്നത്. താഴോളം നമുക്ക് ബീഡ്സ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നില്ല, പകുതി വരെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് മുഴുവൻ ബീഡ്സും അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തിട്ട് താഴെ കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ഗിയർ വയർ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ഇത്ര ചെയ്താൽ തന്നെ നമ്മൾ ഹെയർ ബാൻഡിന് സ്റ്റോണൊന്നും അടയില്ല. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഗമ്മ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗമ്മൊന്നും ചെയ്യുന്നില്ല. ഇത് അടുത്തത് ചെയ്യുന്നത് നമ്മൾ 8 mm ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഹെയർ ബാൻഡ് ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഗോൾഡൻ ഹെയർ ബാൻഡ് 4 mm ഗിയർ വയർ എടുത്തിട്ട് അതിൽ ഫുള്ള് ബീഡ്സ് ഇട്ടേക്കാം. എന്നിട്ട് ശേഷം ഹെയർ ബാൻഡ് നന്നായി ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ചെയ്ത ഹെയർ ബാൻഡ് ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് വീഡിയോയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇതിനാവശ്യമായിട്ടുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഈ ഹെയർ ബാൻഡ് ഒരു 60-65 രൂപയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. ഇതിനാകെ റേറ്റ് വരുന്ന ഐറ്റംസിന് 8 രൂപയാണ് ഗോൾഡൻ ഹെയർ ബാൻഡിന്. പിന്നെ ബീഡ്സിൻ്റെ റേറ്റ് ആണെങ്കിലും 30 പീസിന് നമുക്ക് വരുന്നത് ഈ 8 mm ബീഡ്സിന് 15 രൂപയാണ് പാക്കറ്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 2 പാക്കറ്റൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡും കൂടിയാണ്. നമുക്ക് 65-70 രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഇത്. കഴിഞ്ഞ ഹെയർ ബാൻഡ് ചെയ്ത പോലെ തന്നെ ആദ്യം നന്നായിട്ട് ഗിയർ വയർ ചുറ്റി കൊടുക്കുക. പിന്നെ ഓരോ ബീഡ്സ് എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടാമത് വീണ്ടും ഒരു ബീഡ്സ് എടുക്കുക, എന്നിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ടൈറ്റായിട്ട് ഇവിടെ നിൽക്കും. അത് നമ്മൾ കൈ വെച്ച് തന്നെ ലെവൽ ചെയ്തുകൊണ്ട് പോവാം. എന്നില്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ചെരിഞ്ഞ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തതെല്ലാം ലെവൽ ചെയ്തുകൊണ്ട് പോവാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഗമ്മിട്ട് കൊടുക്കാം. എന്നാൽ നല്ല കറക്റ്റായിട്ട് നിൽക്കും അത്. പിന്നെ അറ്റത്ത് വീണ്ടും നന്നായിട്ട് ഗിയർ വയർ ചുറ്റി കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹെയർ ബാൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 0.45 mm നമ്മൾ മാലയും ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗിയർ വയറാണിത്. ഇതിൻ്റെ ഗ്രേ കളർ എടുത്തിട്ടുണ്ട്. നമുക്കിത് 1.5 മീറ്ററോളം ഇത് കട്ടാക്കാം ഇതിൽ. എന്നിട്ട് നമുക്ക് 2 സൈഡായിട്ട് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 അറ്റം എടുത്തിട്ട് നമുക്ക് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഹോൾസിലേക്ക് 2 സൈഡും 2 വയറും കൂടി ഇട്ട് കൊടുക്കുക. ഗിയർ വയർ 2 ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കെട്ട് പോലെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് അറ്റകൊടിയിൽ ഇതുപോലെയാണ് കിട്ടുക. ഈ 3 ബീഡ്സ് അവിടെ സെറ്റായി. പിന്നെ അതേപോലെ തന്നെ 2 സൈഡ് ഓരോരോ ഗിയർ വയർ എടുത്തിട്ട് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. വീണ്ടും വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഗോൾഡൻ ബീഡ്സ്. അതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് ഒരു സ്റ്റിച്ച് പോലെ വരും. ഇതുപോലെയാണ് ചെയ്യുന്നത്. 2 വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല ഈസിയാണ് ചെയ്യാൻ. അത് നിങ്ങൾ 1 2 3 ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് നമുക്ക് ചെയ്തിട്ട് കിട്ടുക. ഞാൻ ലാസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അങ്ങനെ ചെയ്താൽ. ഇത് നല്ല ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അറ്റ് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ അത് കറക്റ്റായിട്ട് ബീഡ്സ് ഇളകി പോവാതെ നിൽക്കും. ഇനി നമുക്കിത് ഒരു ഗോൾഡൻ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെയർ ബാൻഡ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് വേണ്ടവർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇതിൻ്റെ ഗോൾഡൻ കളറും വൈറ്റ് കളറും ബീഡ്സൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ട് ലാസ്റ്റ് ഒട്ടിച്ച് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.